ഇതെന്താണ് ഇങ്ങനെ? കാരണം ഫ്രൂട്ട്സ് പഴുത്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടമാണ്, അത് പറിച്ച് കഴിക്കാൻ പറ്റും. പക്ഷെ പാവയ്ക്ക പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അരി എടുക്കാമായിരിക്കാം, പക്ഷേ അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. ഫ്രൂട്ട്സ് പഴുത്താലാണ് കഴിക്കാൻ പറ്റുന്നത്, പച്ച ആർക്കും ഇഷ്ടമില്ല കഴിക്കാനായിട്ട്. പക്ഷേ വെജിറ്റബിൾസ് പഴുത്താൽ കഴിക്കാൻ പറ്റത്തില്ല, പച്ചയാണ് കഴിക്കാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് ഒരു ഉപമ അതിലൂടെ പറയാൻ പറ്റുമോ? നെവർ ഗിവ് അപ്പ്, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നല്ല കാലത്ത് നമ്മൾ ആ വിത്ത് വിതച്ചെങ്കിൽ നല്ല കാലത്ത് അതിൻ്റെ കൊയ്ത്തും അതിൻ്റെ ആ വിത്ത് വളർന്നു വന്ന് ഫലമുണ്ടാകട്ടെ. നമ്മൾ കിടപ്പായതിന് ശേഷമല്ല, രോഗിയായി തീർന്നതിന് ശേഷമല്ല, അല്ലെങ്കിൽ ലോകം വിട്ടു പോയതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനു മുമ്പ് നല്ല കാലത്ത് നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ഉത്തരം നിങ്ങൾ ഒന്ന് പറയണേ. നെവർ ഗീവ് അപ്പ്. ഞാനെന്നും രാത്രിയിൽ എന്നെ സന്തോഷിപ്പിക്കുന്നത്, കർത്താവിൻ്റെ സൃഷ്ടിയെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സ്റ്റാറുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഈ സ്റ്റാർ എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കും. കർത്താവിൻ്റെ ആ സ്നേഹത്തെ, പ്രത്യാശയെ ഒരു മനുഷ്യനിലൂടെയല്ല, ഞങ്ങൾക്ക് സൃഷ്ടിയെ നോക്കിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കും എപ്പോഴും. ഹല്ലേലൂയ. നെവർ ഗീവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. അവൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാണ്. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട്. അവൻ നല്ലവൻ, അവൻ്റെ ദയയോ എന്നുമുള്ളത്. സോ നെവർ ഗീവ് അപ്പ്. ഗോഡ് ബ്ലെസ്.